കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാഞ്ഞ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും വിലപേശൽ ശക്തമാക്കിയിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേന്ദ്രത്തിൽ നിന്ന് 1.5 ലക്ഷം കോടിയോളം രൂപയുടെ പദ്ധതികൾ വീതം വേണമെന്നാണ് ഇരു നേതാക്കളും ആവശ്യമുന്നയിച്ചത്. അതായത് ഇരുവരും കൂടി ഏകദേശം 5.7 ബില്യൺ അഥവാ 48,000 കോടി രൂപയുടെ ഒരു വിഷ് ലിസ്റ്റ് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായിട്ടാണ് മുൻപ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ TDPക്ക് 16 എംപിമാരും JDUവിന് 12 എംപിമാരുമാണ് ഉള്ളത്. ഈ രണ്ടു പാർട്ടികളുടെയും പിന്തുണ അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് നിർണായകമായിരുന്നു. കേവല ഭൂരിപക്ഷം എന്ന ലക്ഷ്യം നേടാൻ BJPക്ക് തനിച്ച് സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെല്ലാം NDA തലകുലുക്കി സമ്മതം അറിയിക്കേണ്ട സ്ഥിതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടാനായി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബീഹാറിന് പ്രത്യേക പദവി ഇല്ല എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രത്യേക പദവിക്കായി പോരാട്ടം നടത്തുന്നതിന് ഇടെയാണ് കേന്ദ്രം ഈ വാദം ആവർത്തിച്ചത്. അടുത്തിടെ പ്രത്യേക പദവി ബീഹാറിന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് JDU പ്രമേയം പാസാക്കിയിരുന്നു. NDAയിലെ സുപ്രധാന കക്ഷിയായ JDUവിനും നിതീഷിനും ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ്. ഇതില്ലെങ്കിൽ പ്രത്യേക പാക്കേജ് തന്നെ അനുവദിക്കണമെന്നാണ് നിതീഷിന്റെ ആവശ്യം. അതേസമയം നിതീഷിന്റെ എല്ലാ ആവശ്യത്തെയും കേന്ദ്രം തള്ളിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച നടക്കുന്ന ബജറ്റിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നിതീഷിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെയാകും ഉണ്ടാവുക. അതേസമയം കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നിതീഷ് കുമാറിനെ പരിഹസിച്ചുകൊണ്ട് RJDയും രംഗത്തെത്തി. എന്നാൽ നേരത്തെ ദേശീയ വികസന കൗൺസിൽ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിരുന്നു. ഇതേ തുടർന്ന് മുൻഗണന ഈ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. പ്രധാനമായും ഏതൊക്കെ കാര്യങ്ങളിൽ ഇവർ പിന്നിൽ നിൽക്കുന്നു എന്നെല്ലാം അടിസ്ഥാനമാക്കി പരിഗണിച്ചാണ് പ്രത്യേക പരിഗണന നൽകുക. നിലവിലുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബീഹാറിന് പ്രത്യേക പദവി നൽകാനാവില്ല എന്ന് കേന്ദ്രം അറിയിക്കുകയായിരുന്നു. എല്ലാ ഘടകങ്ങളും സംസ്ഥാനത്തിന്റെ അവസ്ഥയും പരിഗണിച്ചാണ് തീരുമാനമെടുക്കുക. മന്ത്രിതല സമിതി തന്നെ ബീഹാറിലെ സാഹചര്യം പരിശോധിച്ചിരുന്നു. 14ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് പ്രത്യേക പദവി ലഭിക്കുന്ന കാര്യത്തെ തള്ളിക്കളഞ്ഞിരുന്നു. നികുതി ഇളവും കൂടുതൽ കേന്ദ്ര ഫണ്ടിങ്ങുമെല്ലാം ഇങ്ങനെയുള്ള സംസ്ഥാനത്തിന് ലഭിക്കുമായിരുന്നു. എന്നാൽ പ്രത്യേക പദവി നൽകേണ്ട കാര്യം ഒരു സംസ്ഥാനത്തും ഇപ്പോൾ നിലവിൽ ഇല്ല എന്നാണ് ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. നിതീഷ് കുമാറും JDU നേതാക്കളും കേന്ദ്രത്തിനൊപ്പം അധികാരം പങ്കിടുകയും അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർ പ്രത്യേക പദവിയിൽ രാഷ്ട്രീയ നാടകം തുടരുകയാണെന്നാണ് RJD Xൽ കുറിച്ചത്. എന്നിരുന്നാലും പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് JDU. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ NDA സർക്കാരിനെ പിന്തുണച്ചപ്പോൾ തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം JDU മുൻപോട്ട് വെച്ചിരുന്നു. മുന്നണിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ പ്രത്യേക പദവി എന്ന ഉറപ്പിന്മേലാണെന്നും നേതാക്കൾ പറയുന്നു. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേക പദവി നൽകാൻ നിർവാഹമില്ല, വേണമെങ്കിൽ ബജറ്റിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പരിഗണിക്കാമെന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ JDUവിന്റെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ മുന്നണി വിടുമോ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയതോടെ JDUവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് RJD. നിതീഷ് തന്റെ മനസാക്ഷിയും ആത്മാവും ബീഹാറിന്റെ ജനങ്ങളുടെ അഭിലാഷവും വിറ്റുവെന്നാണ് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് കുറ്റപ്പെടുത്തിയത്. നിതീഷ് കുമാർ ഉടൻ രാജിവെക്കണമെന്നും ലാലു പ്രസാദ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ JDUവിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ അത് മുന്നണിയിൽ കല്ലുകടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലെ സാഹചര്യത്തിൽ JDUവിന്റെ പിന്തുണ NDAക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ബജറ്റിൽ എന്തായിരിക്കും ബീഹാറിനായി കേന്ദ്രം കരുതി വെച്ചിരിക്കുന്നതെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. തിരിച്ചടി ഉണ്ടായാൽ മുന്നണിക്കുള്ള പിന്തുണ JDU പിൻവലിക്കുമോ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. എന്നാൽ മുന്നണിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന സൂചനയാണ് നിതീഷ് കുമാർ നൽകുന്നത്. മോദി സർക്കാരിന് ഭരണ തുടർച്ച സാധ്യമാക്കിയ ഘടകകക്ഷികളിൽ ഒന്നായി കേന്ദ്ര മന്ത്രിസഭയിൽ ചേർന്ന് 1 മാസം തികയും മുൻപാണ് JDU ബീഹാറിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടിരുന്നത്. TDPയും JDUവും തിരിഞ്ഞാൽ കഥ മാറുമെന്ന കാര്യം നന്നായി അറിയാവുന്ന NDA സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ എന്നതൊക്കെ അടുത്തു തന്നെ അറിയാൻ സാധിക്കും. കാരണം സർക്കാർ നിലനിൽക്കണമെങ്കിൽ TDPയുടെയും JDUവിന്റെയും പിന്തുണ വളരെയധികം നിർണായകമാണ്. ഈ രണ്ട് പ്രധാന സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ BJP എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇനി വ്യക്തമാകേണ്ടത്.